ബുക്കൊക്കെ വായിക്കാറുണ്ട്. ഞാൻ വായിക്കുന്ന ബുക്കൊക്കെ നിങ്ങൾക്കൂടെ പ്രയോജനപ്പെടട്ടെ എന്നോർത്താണ് ഞാൻ ഈ ചാനൽ തന്നെ തുടങ്ങിയത്. പക്ഷെ ഒരിക്കലും എന്റെ അനിയത്തി വന്ന് റിവ്യൂ നടത്തി. ഇപ്പതാ എന്റെ അപ്പൂപ്പനും. ഇങ്ങനെ പോയാൽ ഞാൻ വേറൊരു ചാനൽ തന്നെ തുടങ്ങേണ്ടി വരും. ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം താലൂക്കുകൾ ബ്രിട്ടീഷുകാരെ ആദ്യകാലങ്ങളിൽ തോട്ടങ്ങൾ നിർമ്മിക്കുന്നതിനോട് ഉപയോഗിച്ച സ്ഥലങ്ങളാണ്. കൂടുതൽ സ്ഥലങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തോടുകൂടി തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനയിൽ വരികയും ഏലത്തോട്ടങ്ങളിൽ കുറേ ഭാഗം തമിഴ്നാട്ടുകാരുടെ കൈവശത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഭക്ഷ്യക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ഗ്രോ മോർ ഫുഡ് സ്കീം അനുസരിച്ച് സർക്കാർ തന്നെ അലോട്ട് ചെയ്ത സ്ഥലങ്ങളാണ് കട്ടപ്പന പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. കൃഷിക്ക് വേണ്ടി അലോട്ട് ചെയ്ത സ്ഥലങ്ങളിൽ കോട്ടയം, പാല മുതലായ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരികയും ഇവിടെ കൃഷി ആരംഭിക്കുകയും ചെയ്തു. ആ സ്ഥലങ്ങൾ കൂടാതെ അതിനോടനുബന്ധിച്ച സ്ഥലങ്ങൾ ആളുകൾ കൈയേറി കൃഷികൾ ആരംഭിക്കുകയും സ്ഥിരതാമസമാക്കുകയും ചെയ്തു. കാലക്രമേണ ഗവൺമെൻറ് നയം അനുസരിച്ച് ആ സ്ഥലങ്ങൾക്കൊക്കെ പട്ടയം നൽകി ആളുകളുടെ കൈവശമാവുകയും അതിൽ ആ സ്ഥലങ്ങളിൽ കൃഷി ചെയ്തവർ അനുഭവിച്ചു വരികയുമാണ് ഉണ്ടായിട്ടുള്ളത്. നെടുങ്കണ്ടത്തിന് സമീപം പട്ടം കോളനി എന്ന് പറയുന്ന സ്ഥലം കേരള സംസ്ഥാനം 1956 കേരള സംസ്ഥാനം രൂപീകരണത്തോടെ തമിഴ് വംശജർ കൂടുതൽ താമസിക്കുന്നു എന്ന കാരണത്താൽ തമിഴ്നാടിനോട് രൂപീകരിക്കണമെന്നൊരാവശ്യം വരികയും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണപിള്ള കൊല്ലം മുതലായ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ അവിടെ പുനരധിവസിപ്പിക്കുകയും അവർക്ക് 5 ഏക്കർ വീതം സ്ഥലം കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇവിടെ കയറിയ ആളുകൾ ഈ സ്ഥലം വികസിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും കാർഷിക രംഗത്ത് ഒരുപാട് ഉൽപ്പാദനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും പ്രവർത്തിക്കുന്നതിന് വേണ്ടി സ്കൂളുകളും കോളേജുകളും വായനശാലകളും ഒക്കെ രൂപീകരിക്കുകയും കേരള സംസ്ഥാനങ്ങളെ മറ്റ് പ്രദേശങ്ങളോടൊപ്പം തന്നെ വികസനത്തിൻ്റെ പാതയിലുമാണ്. ഇവിടുത്തെ കൃഷിരീതികളെ പറ്റി നിങ്ങളെ പരിചയപ്പെടുന്നതിന് വേണ്ടി ഏതാനും ചിലവയുടെ സാമ്പിളുകൾ, അതെങ്ങനെ കൃഷി ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ആദായം എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനിവിടെ വിവരിക്കാം. ഞാൻ ഈ കാപ്പിയൊക്കെ ഒന്ന് ഒരുക്കി ശരിയാക്കുമായിരുന്നു. ഓ, അപ്പൊ ഇതാണോ നമ്മൾ രാവിലെ കുടിക്കുന്ന കാപ്പി? കാപ്പി കുടിക്കുന്ന ഇതിട്ടല്ല, ഈ കുരു പഴുക്കുമ്പോൾ അത് പറിച്ചെടുത്ത് ഉണങ്ങി കുത്തി അതിൻ്റെ പരിപ്പെടുത്ത് ആ പരിപ്പ് പൊടിച്ച് എടുക്കുന്നതാണ് കാപ്പിപ്പൊടി. ആ കാപ്പിപ്പൊടി ഇട്ടാണ് രാവിലെ കാപ്പി കുടിക്കുന്നത്. ഇതെപ്പോഴാണ് നടുന്നത്? ഇത് നടുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. ഇത് എപ്പോഴാ പറിക്കുന്നത്? ഇത് പറിക്കുന്ന ഒരു 3 കൊല്ലം കഴിഞ്ഞാണ്. ഇതിനെന്തൊക്കെയാ വളമിടുന്നേ? ഇതിന് വളമായിടുന്നത് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെയാണ്. ശരി, അതിനുവേണ്ടി വന്നതാണ്. ജാതി ഒന്ന് നോക്കുകയൊക്കെ ആയിരുന്നു. ജാതിക്കാ പറിച്ചെടുക്കുന്നു. ഇത് കണ്ടല്ലേ, ഇത് പറിച്ചെടുത്തതാണ്. ഇതാണ് ഇതിന്റെ കായ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതാണ് കായ. ഇതിങ്ങനെ താഴെ വീഴും. അല്ലെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇത് പൊട്ടിച്ചു കഴിഞ്ഞതിൻ്റെ അകത്തെടുത്ത് ഇതിൻ്റെ പത്രിയും കായും രണ്ടായിട്ട് എടുത്തിട്ട്, പത്രി എന്ന് പറഞ്ഞാൽ ഈ ചുമന്ന ഇതുള്ളത്, ഇതാണ് പത്രി. ഈ കറുത്തത് കായ. അതെടുത്ത് ഉണക്കി കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും. അതിനുവേണ്ടിയാണ് നടന്നത്. പിന്നെ പ്രയോജനം അലോപ്പതി മരുന്നുകൾ ഉണ്ടാക്കാനായിട്ടാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ കാര്യങ്ങളുടെ ഇതിൻ്റെ കൊച്ചു പിള്ളേർക്ക് എന്തെങ്കിലും വയറ്റിലേക്ക് അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ വയറ്റിൽ അസുഖം. ഞാൻ കുഞ്ഞായിരുന്നപ്പം എനിക്ക് എപ്പോഴും വയറുവേദന വരുമായിരുന്നു. അപ്പൊ അമ്മ ഇതെനിക്ക് എപ്പോഴും വയറുവേദന. അങ്ങനെ വയറുവേദന ഉണ്ടാവും. പച്ചക്ക് കഴിക്കുന്നവരുണ്ട്, പക്ഷെ അത് പച്ചക്ക് കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പച്ചക്ക് കഴിക്കാറുണ്ട്. പച്ചക്ക് കഴിച്ച ഒരു പുളിയും ഒരു കവറും. പിന്നെ ഇത് നന്നായിട്ട് അച്ചാറിടാൻ കൊള്ളാം. അച്ചാറിടാൻ നല്ലത്. കഴിച്ചിട്ടുണ്ടല്ലേ? ഒരു മരം വലുതായി കഴിഞ്ഞാൽ അങ്ങനെ എണ്ണി നോക്കാറില്ല. 10,000 മേളിലൊക്കെ ഒരു മരത്തിൽ നിന്ന് കിട്ടും. നടുന്നത് സാധാരണ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. നിൽക്കുന്നത് എത്ര വർഷം പറഞ്ഞാൽ ഒരുപാട് വർഷം നിൽക്കുന്നത്.
അങ്ങനെ നോക്കിയിട്ടില്ല. ഇത് ഒരു 5-8 വർഷം നോക്കിയാലേ കായ്ക്കത്തുള്ളൂ. 7-8ാമത്തെ വർഷമേ കായ്ക്കത്തുള്ളൂ. ഇത് എപ്പോഴാണ് പിറക്കുന്നത്? പിറക്കുന്ന വർഷത്തിലൊരു 3 പ്രാവശ്യം. ഇപ്പോൾ ഇത് കായ ഉണ്ടാകുന്ന സമയമാണ്. ഒരു 3 മാസം കഴിഞ്ഞ് വീണ്ടും ഉണ്ടാകും. ഒരു വർഷത്തിൽ ഒരു 3 പ്രാവശ്യം അതായത് ഇവരൊക്കെ പെറുക്കി കൊണ്ടുവരുന്നത്. ഞങ്ങൾ സ്കൂളിൽ പോകാൻ നേരത്ത് അതൊക്കെ പെറുക്കി കൊണ്ടേ കൊടുക്കും. പഠിക്കൊന്നും വേണ്ട. അപ്പം പഠിക്കുന്നതിന് മുമ്പ് കളിക്കാൻ നേരത്ത് പറിച്ചുകൊണ്ട് കൊടുക്കും. ഇതെവിടെയാ വിൽക്കുന്നത്? വിൽക്കുന്നത് കട്ടപ്പന വേറെ 2 മാർക്കറ്റിൽ ഈ മലങ്കറൊക്കെ എടുക്കുന്ന കുരുമുളക് കാപ്പിക്കുരുമൊക്കെ എടുക്കുന്ന എല്ലാ കടകളിലും എടുക്കും. അവരെന്നിട്ട് പുറത്ത് കൊണ്ട് വിൽക്കും. ഇതിന് എന്നൊക്കെ വളം ഉപയോഗിക്കുന്നത്? വളം ഉപയോഗിക്കുന്നത് എല്ലുപൊടി, ചാണകവും പിണ്ണാക്കും ഒക്കെ ഉപയോഗിക്കും. പിന്നെ ചവറുകൾ, പ്ലാവിൻ്റെയൊക്കെ ചവറ് വെട്ടി എൻ്റെ ചുവട്ടിൽ ഇടും. വിൽക്കുമ്പോ എത്ര കിട്ടും 1 കിലോയ്ക്കൊക്കെ? വിൽക്കുമ്പോൾ ഇത് ഉണങ്ങി വിൽക്കുന്നത് ഇപ്പോൾ 10 രൂപയ്ക്ക് വേറെ 1200 വരെ വിലയുണ്ട്. ഒരു 10 രൂപയ്ക്കോ? ഒരു 10 രൂപയ്ക്കല്ല, 1 കിലോയ്ക്ക്. ഇത് ഉണങ്ങി 1 കിലോ വേണം. അതിന് 10 രൂപ ഒരുപാട് വേണം. പിന്നെ ഇതിൻ്റെ കായ്ക്ക് 200 രൂപ 300 രൂപ വില കിട്ടും കിലോയ്ക്ക്. ഇപ്പോഴത്തെ വില എന്നും ഒരേ വിലയല്ല. ചിലപ്പോൾ പിന്നെ കുറയും, ചിലപ്പോൾ കൂടും. അവരുടെ മാർക്കറ്റ് അനുസരിച്ച്, ഓരോ മാർക്കറ്റിൻ്റെ ആവശ്യം അനുസരിച്ച് വില വരും. Like a bird on a tree, I'm just sitting here. I got time, it's clear to see. From up here. ഇനി ഇതിനെ പറ്റി അറിയുന്നത് കുരുമുളകിനെ പറ്റി അറിയണം. ഇതാണ് കുരുമുളക്. അതായത് കറുത്ത പൊന്നെന്നും പറയും. ഈ ബ്രിട്ടീഷുകാർ വാസ്കോ ഡി ഗാമ 1898 കേരളത്തിൽ ആദ്യം കപ്പലിൽ വന്നിറങ്ങുന്നത് ഇത് അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇത് കൊണ്ടുവരാൻ കോഴിക്കോട് വന്നിറങ്ങുന്നത്. അവർക്ക് അവരുടെ ആവശ്യത്തിന് കുരുമുളക് കയറ്റി അയക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇതുണ്ടെങ്കിൽ അവർക്കൂടി ഈ പങ്കാളികളായിക്കൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചാണ് കേരളത്തിൽ ആദ്യം അവർ വരുന്നത്. അപ്പോൾ എന്താ അവിടെ ഇതില്ലായിരുന്നു? അവിടെ ഇത് കൃഷി ചെയ്യുന്നില്ല, ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാ? ഇതിൻ്റെ ഉപയോഗങ്ങൾ മരുന്നിന് ഉപയോഗിക്കും. ഒന്നാമത് മരുന്നിന് ഉപയോഗിക്കും. പിന്നെ നമ്മുടെ ആഹാരത്തിൻ്റെ പല രാജ്യങ്ങളിലും ആഹാരത്തിൻ്റെ ഒരു ഭാഗം എല്ലാ കറികളിലും ഇത് ഉപയോഗിക്കും. മീൻ കറി വെക്കുമ്പോഴും ഇറച്ചി കറി വെക്കുമ്പോഴും ഒക്കെ ഇത് ഉപയോഗിക്കും. ഈ മരത്തിന് ഭയങ്കര നീളമാണല്ലോ. ഇതിന്റെ മുകളിലേക്ക് എങ്ങനെയാ കയറുന്നത് ഇത് പറിക്കാൻ? മുകളിൽ ഏടി വെച്ച് കയറും. നേരത്തേക്ക് മുളയേടി കിട്ടുമായിരുന്നു. ഇപ്പോൾ മുളക് അധികം കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ വേറെ 2 പൈപ്പ് കൊണ്ട്, ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് ഏണി ഉണ്ടാക്കിയിട്ട് ആ ഏണി വെച്ച് കയറും. എങ്ങനെയാ പടർന്ന് കയറുന്നത്? ഇത് പടർന്ന് കയറുന്നത് നമുക്ക് കയറിക്കോളൂ. ഇതുപോലെ മരത്തെല്ലാം മുരിക്കലാണെങ്കിൽ വലിയ കെട്ടൊന്നും കെട്ടാൻ കയറും. അല്ലെങ്കിൽ വർഷത്തിൽ ഒരു 2 പ്രാവശ്യം കയറോ വള്ളിയൊക്കെ ഇട്ട് അത് കെട്ടിക്കൊടുക്കും. ഇവിടെ മുരിക്കുമരം ഉണ്ടോ? മുരിക്കുമരം ഈ നിൽക്കുന്ന മുരിക്കുമരം, അതിൽ കൂടി കയറിയിരിക്കുന്ന മുരിക്കുമരമാണ്. മുള്ളു മുരിക്കുക. അപ്പോൾ ആ മുള്ളുള്ളതുകൊണ്ട് അതിൻ്റെ ഇടവഴി വേര് പിടിച്ച് ഇത് കയറിപ്പൊക്കും. ഇതിന് എന്തൊക്കെ വളമാണ് എടുക്കുക? വളം അധികം ചാണകമാണ് ഇടുന്നത്. അല്ല, ഒരുപാട് വളം ചെയ്യാറില്ല. രാസവളം ഇത് ഉപയോഗിക്കില്ല. രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. ചാണകവും എല്ലുപൊടിയും അതുപോലെ സെറാമിയില് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഉപയോഗിക്കും. ഇതിന് എത്ര വിലയാ? ഇതിനിപ്പോൾ വില 300 രൂപ 320 രൂപ വിലയുള്ളൂ. 700 രൂപ വരെ വിലയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ശലം പാടായത് കൊടുക്കണമെങ്കിൽ ഇതുപോലെ പറിച്ചു കൊണ്ട് കൊടുക്കാനൊക്കെയല്ല. പിന്നെ ഇത് പഴുത്ത് കഴിയുമ്പോൾ പറിച്ച് ഈ തണ്ടയിൽ നിന്ന് ഇത് അടത്തിയെടുക്കണം, മെതിച്ചെടുക്കണം. ഇപ്പോൾ യന്ത്രമൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോഴും ചെറിയ കൃഷിക്കാരൊക്കെ ചെയ്യുന്ന കാലുകൊണ്ട് ചവിട്ടി മെതിക്കുകയായിരുന്നു. മെതിച്ചെടുത്ത് വെയിലത്തിട്ട് ഉണങ്ങണം. ഒരു 3 ദിവസം ഉണങ്ങണം. 3 ദിവസം ഉണങ്ങി കഴിയുമ്പോഴേ നല്ല ഉണക്കാവും. ആ ഉണക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ട് വിൽക്കാം. ഓ, അപ്പൊ ഇതിന്ന് കിട്ടുന്ന പൈസ വെച്ചാണല്ലേ പാപ്പ ഞങ്ങൾക്ക് ടോയ് വാങ്ങിച്ചു തരുന്നത്? പിന്നെ അല്ലാതെ ഇവിടുന്ന ടോയ് വാങ്ങിച്ചു തരാൻ എൻ്റെ കാശ് ഇടുന്ന കുക്കു പേഴ്സും ഒക്കെ ആയിട്ട് വരുമ്പോൾ കാശൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ പേഴ്സൊന്നും കൊണ്ടുവന്നില്ല. അതാണ് ഇതിനെപ്പറ്റി ഇനി എന്നെ വല്ലതും അറിയാനുണ്ടോ? ഇല്ല. ഇനി നമുക്ക് ഗ്രാമ്പൂ കാണാം. ഇതാണ് ഗ്രാമ്പൂ ചെടി. അതിന്റെ ഗ്രാമ്പൂ എവിടെ? ഗ്രാമ്പൂ ഇതിലുണ്ടായി വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ? ഇതാണ് ഇത് ഉണ്ടായി വരുന്ന പൂ ഉണ്ടായി വരുന്ന ഭാഗമാണിത്. ഇത് കുറേ മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഫെബ്രുവരി അവസാനമാകുമ്പോഴത്തേക്കും ഈ പൂ വിടരാൻ തുടങ്ങും. വിടരാൻ തുടങ്ങുമ്പോഴാണ് ഇത് പറിച്ച് എടുക്കുന്നത്. പറിച്ചെടുത്ത് എന്താ കിട്ടുന്നതെന്ന് അറിയാമോ? ഇതാണ് ഗ്രാമ്പൂ ഉണങ്ങിയെടുക്കുന്നത്. ഇത് എടുത്ത് വേറെ ഈ പൂ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് അടത്തിയെടുത്ത് വീണ്ടും അടത്തി ഉണങ്ങിയെടുക്കണം. ഉണങ്ങിയെടുത്ത് കഴിയുമ്പോഴാണ് ഗ്രാമ്പൂ ഈ രീതി കിട്ടുന്നത്. നല്ല മണമുണ്ടല്ലേ? ഇത് മരുന്നിന് ഉപയോഗിക്കുന്നതാണ്. വാസന തൈലത്തിന് ഉപയോഗിക്കും. ഫെബ്രുവരി അവസാനം ആകുമ്പോഴത്തേക്കും എടുക്കാനാകും.
ഇത് എന്തെങ്കിലും ഔഷധ ഗുണമുണ്ടോ? ഇതിനും ഔഷധ ഗുണമുണ്ട്, മരുന്നുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ബിരിയാണിയിലൊക്കെ ഇടാറുണ്ടല്ലോ. ബിരിയാണി ഇടാറുണ്ട്, കറികളിലൊക്കെ ഇടാം. മീൻ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ ഇട്ടാൽ ചാർച്ച ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതൽ. ഇത് പച്ചയ്ക്ക് കഴിക്കാമോ? പച്ചയ്ക്ക് കഴിക്കാറില്ല, കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം ചവച്ചിറക്കിയാൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഇതൊരെണ്ണം ചവച്ച് കുറച്ച് നേരം പിടിച്ചുകൊണ്ടിരുന്നാൽ പല്ലുവേദന കുറേ കുറയും. ഈ ഗ്രാമ്പൂല വെച്ചിങ്ങനെ പല്ലൊക്കെ പല്ല് തേക്കുന്നവരുണ്ട്. കാരണം പല്ലുവേദന വന്നാൽ ഉപയോഗിക്കുന്ന പറഞ്ഞില്ലേ, ഈ ഗ്രാമ്പ് പോലെ എടുത്തിട്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അതൊരു മരുന്നാണിത്. എന്റെ മ്യൂസിക് ടീച്ചർ പറഞ്ഞായിരുന്നു ഇത് തൊണ്ടവേദന വരുമ്പോ കഴിക്കുമ്പോ നല്ല. തൊണ്ടവേദന വരുമ്പോൾ ഒരെണ്ണം ചവച്ചാൽ നീരിറക്കിയാലും മതി. അതുപോലെ പല്ലുവേദനയൊക്കെ വരുമ്പോൾ പല്ലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം കൂടി കടിച്ച് പിടിച്ചൊരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ പല്ലുവേദന സാധാരണ വേദനയൊക്കെ കുറയും. വലിയ കേടൊന്നും ഇല്ലാത്തതാണെങ്കിൽ കുറയും. ഇങ്ങനെ പല ഗുണങ്ങളുണ്ട് ഇതിന്. ഇതൊക്കെ ഈ മലമ്പ്രദേശങ്ങളിൽ നട്ടുവളർത്തുന്ന ഒരു ചെടിയാണ്. ഇത് ഹൈ റേഞ്ച് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഹൈ റേഞ്ച് മാത്രമല്ല, നാട്ടിൻപുറത്ത് ഉണ്ടാകും. ഇങ്ങനെ ഹൈ റേഞ്ചിൽ ഉണ്ടാകുന്ന പോലെ വിളവ് നാട്ടിൻപുറത്ത് കിട്ടിയത്. ഹൈ റേഞ്ചിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നത്. ഇതിനെന്തൊക്കെ വളവാ? വളം ഇതിനൊന്നും രാസവളം ഇടുകയില്ല. ഇതിനധികം ചാണകമാണ് ഇടുന്നത്. ചാണകം, എല്ലുപൊടി, പിണ്ണാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലത്. ഈ രാസവളം രാസവളം ഇട്ടാൽ പെട്ടെന്ന് കേടായിപ്പോയി. ഈ ചെടിക്കും രാസവളം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുമല്ലോ. ഇതൊക്കെ ദീർഘനാൾ നിൽക്കുന്ന ചെടികളാണ്. രാസവളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കടയിൽ കൊണ്ട് വിൽക്കുകയാണോ? കടയിൽ കൊണ്ട് വിൽക്കും. ഇതും കടയിൽ കൊണ്ട് വിൽക്കും. ഇതൊക്കെ കടയിൽ കൊണ്ട് വിൽക്കുന്ന സാധനങ്ങൾ. ഈ ചെടി എന്നാന്നറിയോ? ഇതാണ് ഏലച്ചെടി. ഇത് ഏലച്ചെടി. ഹൈ റേഞ്ചിൽ ആണ് ഇത് ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യുന്നത്. ഒരു കാലത്ത് ഹൈ റേഞ്ചിലെ പ്രധാനപ്പെട്ട കൃഷികളിലൊന്നായിരുന്നു ഏലം. ഇപ്പോഴും അത്രയും തന്നെ വളരുന്നില്ല. കാലാവസ്ഥയിലൊക്കെ മാറ്റം വന്നതുകൊണ്ട് അത്രയും ആദായം കിട്ടുന്നില്ല. മറ്റേ നന്നായിട്ട് ആദായം കിട്ടുന്ന ഒരു കൃഷിയാണ് ഏലം. കൃഷി ചെയ്യാനും പാടാണ്. മണ്ണിനടിയിലല്ല വളരുന്നത്, അതിൻ്റെ ചവിട്ടിൽ നിന്നാണ് വളരുന്നത്. അതിന് ശരമെന്ന് പറയും. 500 രൂപയ്ക്ക് മേളിലുണ്ട് ഒരു കിലോയ്ക്ക്. ഇതും മരുന്നിന് ഉപയോഗിക്കും, പിന്നെ ആഹാരത്തിന് ഉപയോഗിക്കും. പലരും യൂറോപ്യൻ രാജ്യങ്ങളിലെ ആഹാരത്തിൻ്റെ കറികൾക്കൊക്കെ ഇത് മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇവിടുത്തെ കൃഷി അധികം മെഡിക്കൽ ഗുണങ്ങളുള്ളതാണ്. ഹൈ റേഞ്ചിലെ കൃഷിയെല്ലാം അധികവും ഈ കപ്പ, ചേന, ചേമ്പൊക്കെ ഉപയോഗിച്ചാൽ ബാക്കിയെല്ലാം മെഡിക്കൽ ഗുണങ്ങളുള്ള ചെടികളാണ്. മനസ്സിലായില്ലേ? വേറെ വല്ലതും ഉണ്ടോ? ചോദിക്കാറുണ്ടോ? ഇതൊരു 30-40 വർഷം വരെ നിൽക്കും. 30 വർഷമൊക്കെ നിൽക്കും. കൂടുതൽ കിട്ടുന്ന ഒരു 10 വർഷം ആകുമ്പോഴൊക്കെ നന്നായിട്ട് കിട്ടും. നട്ടൊരു 1.5 വർഷം മുതൽ കായ എടുക്കാനുണ്ട്. ഇതിന് വളം നന്നായിട്ട് വേണം. ഇതിന് രാസവളമൊക്കെ ഇടും. ഫെർട്ടിലൈസർ നന്നായിട്ട് വേണം. രാസവളമൊക്കെ നന്നായിട്ട് ഇട്ടാൽ നന്നായിട്ട് കായ ഉണ്ടാകത്തുള്ളൂ. ഇതാണ് ഏലക്ക. ഇത് പറിച്ച് ഉണക്കി ഇതിലെ ജലാംശമെല്ലാം ഇല്ലാതാക്കിയിട്ടാണ് വിൽക്കുന്നത്. ഇത് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കായ്കളുണ്ട്. അതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളതാക്കുന്നത്. ഇതാണ് ഇതിലെ കുരു. എന്നാന്നറിയാമല്ലോ പിന്നെ കുടയെന്ന് പറഞ്ഞു. ഇതാണ് ചേനയെന്ന് പറയുന്നത്. ഇതിന് വേറൊരു ഗുണം കൂടിയുണ്ട്. ഈ ഭൂമിക്ക് അടിയിൽ വളരുന്ന കൃഷിയിൽ കപ്പ, ചേന, ചേമ്പ്, കാച്ചിലൊക്കെ ഇല്ലേ, അതിൽ പഞ്ചസാരയുടെ അസുഖമില്ലാത്ത, പഞ്ചസാര അസുഖമുള്ളവർക്കും ഷുഗറിൻ്റെ അസുഖമുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഏക സസ്യമാണ് ഈ ചേന. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിന്നു കഴിഞ്ഞാൽ പഞ്ചസാരയുടെ അസുഖം കൂടിയൊന്നുമില്ല. ഇതിൻ്റെ കപ്പയോ ചേമ്പോ ഒക്കെ കഴിഞ്ഞാൽ പഞ്ചസാര അസുഖം, ഷുഗറിൻ്റെ അസുഖം കൂടും. ഇതിപ്പോ അടിയിലല്ലേ, അപ്പൊ എങ്ങനെ അറിയും എപ്പോഴാണ് എടുക്കേണ്ടത്? ഇതിപ്പം വേറെ ഇപ്പോൾ പറിക്കാറായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇലയൊക്കെ പഴുക്കാൻ തുടങ്ങിയില്ലേ. ഇലയൊക്കെ പഴുക്കാൻ തുടങ്ങി. പിന്നെ ഒരു നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെയാണ് ഇത് പറിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ നടും. നട്ടിട്ട് നവംബർ ഡിസംബർ മാസത്തിൽ പറിക്കും. നിൽക്കാൻ 6 മാസത്തിൽ കൂടുതൽ നിൽക്കുകയല്ല. 6 മാസമൊക്കെ നിൽക്കുക. ഒരു ചെടിയെന്ന് ഒരെണ്ണ കിട്ടും. പറിച്ചു മാറ്റിയാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ അത് പറിച്ചു മാറ്റിയാൽ വേറെ ഉണ്ട്. അത് നമുക്ക് പിന്നെ വേറെ കാര്യമുണ്ട്.
അതേപോലെ നടാറാകുന്ന സീസൺ ആകുമ്പോഴത്തേക്ക് മുറിച്ച് ഈ ചേനയുടെ വലിപ്പം അനുസരിച്ച് 4 5 ആയിട്ട് മുറിക്കാം. 5 6 ആയിട്ടൊക്കെ മുറിച്ച് ഈ ഒരെണ്ണം നല്ലൊരു ചേന പറിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറിച്ച് കഴിഞ്ഞാൽ ഒരു 5 ചൂട് നടാനുള്ളത് കിട്ടും. 5 6 ചൂട് നടാനുള്ളത് ഇത് കിട്ടും. ചേനയുടെ തൈ വാങ്ങിക്കാൻ കിട്ടും. അല്ല, തൈ വാങ്ങിക്കാൻ കിട്ടത്തില്ല. പിന്നെ എങ്ങനെയാ? ഈ ചേന തന്നെ മുറിച്ച് നടണം. ഇതേ പറഞ്ഞില്ല, ഇത് നമ്മൾ പറിച്ച് വെച്ചിരുന്ന് കുറേ കഴിയുമ്പോഴത്തേക്ക് മുള വരും. ആ മുള അനുസരിച്ച് മുറിച്ച് ഒരു ചേന 4 5 6 ഒക്കെ ആയിട്ട് മുറിച്ച് ആ മുറിയാണ് നടന്നത്. അപ്പൊ പപ്പയ്ക്ക് ആദ്യത്തെ ചേന എവിടുന്ന് കിട്ടി? ആദ്യത്തെ ചേന എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ തന്നെ. ഇതൊക്കെ ഇത് പൂർവികന്മാർ കണ്ടുപിടിച്ച ഓരോ ഇതാണ്. പണ്ട് മുതലേ നമ്മുടെ നാട്ടിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ വേറെ എവിടെ ചെന്നാലും സാമ്പാറിനും അവിയലിനും ഒക്കെ ഉപയോഗിക്കുന്ന മുഖ്യ ഒരു ഘടകമാണ് ചേന. അതുപോലെ ചുമ്മാ പുഴുങ്ങി തിന്നാനും കൊടുക്കും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ ഇനിയും വരും. എൻ്റെ അപ്പൂപ്പൻ്റെ പറമ്പിൽ ഇനിയും ധാരാളം ഫലവൃക്ഷങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കൽ പരിചയപ്പെടുത്തി തരാം.